ബംഗ്ലാദേശിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇന്ത്യ വിരുദ്ധരാണോ? അവരാണോ ഇനി പാർലമെന്റിനെ നയിക്കുക? അവരാണ് ഇനി പാർലമെന്റിനെ നയിക്കുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് വളരെയധികം ചർച്ചയാവുന്നുണ്ട്. കാരണം ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധി താരിഖ് റഹ്മാനുമായിട്ട് ഇന്ത്യ വളരെ യോജിച്ചു പോകാനുള്ള ഒരു തീരുമാനമാണ് എന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടാകും. 3 പേരാണ്, അതായത് ഈ 3 പേര് എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ്. ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇവരെ ജയിലിൽ അടയ്ക്കപ്പെട്ട ഇവരെ ഫ്രീ ആക്കി വിട്ടത് ആരാണ്? അത് യൂനസാണ്. യൂനസ് വന്നതിന് ശേഷം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ദ്രോഹമാണ് ഇന്ത്യ വിരുദ്ധതയ്ക്ക് ഉൾപ്പെടെ ഷെയ്ഖ് ഹസീനയെ വധിക്കാൻ ശ്രമിച്ച ഒരാൾ ഉൾപ്പെടെയുള്ള ഈ 3 പേരെ തുറന്നു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരാൾ ജമാഅത്തെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ആരൊക്കെയാണ് ഇവരെ നിന്ന് നമുക്കൊന്ന് നോക്കാം. ഒരാളുടെ പേര് ലുത്ഫുസ്മാൻ ബാബർ എന്നാണ്. ഇയാള് 2004 ഓഗസ്റ്റ് 21 ഷെയ്ഖ് ഹസീനയെ വധിക്കാൻ വേണ്ടി ബോംബെറിഞ്ഞ കേസിലെ പ്രതിയാണ്. ഇയാളെ ഇതിനു വേണ്ടി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിയുന്ന ഒരു പ്രതിയായിരുന്നു. പക്ഷെ യൂനസ് വന്നു ഇയാളെ ഫ്രീ ആക്കി. യൂനസിന്റെ കണ്ണിൽ ഇവരൊക്കെ നിരപരാധികളായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സ്ഫോടനത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഷെയ്ഖ് ഹസീന രക്ഷപ്പെടുന്നത്. പക്ഷേ ആ സ്ഫോടനത്തിൽ 24 സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അവാമി ലീഗ് നേതാവും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായിട്ട് സില്ലൂർ റഹ്മാന്റെ ഭാര്യ ഐവി റഹ്മാനുണ്ട്. ഐവി റഹ്മാനെ ഗ്രനേഡ് എറിഞ്ഞ് വധിച്ചതും ഇതേ ബാബർ തന്നെയാണ്. അപ്പോൾ ഒരു കൊലയാളി കൂടിയാണ് ഈ ബാബർ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നടത്തിയ സ്ഫോടനത്തിൽ 24 പേർ സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെങ്കിൽ രണ്ടാമത് നടത്തിയിട്ടുള്ള ഈ ഐവി റഹ്മാൻ വധിക്കപ്പെട്ട ഈ സ്ഫോടനത്തിൽ 23 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വരുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഈ പറയുന്ന ബാബർ എന്ന് പറയുന്ന ആളും 2005 ഷെയ്ഖ് ഹസീനയുടെ ധനകാര്യ മന്ത്രി AMS കിബ്രയെ വധിച്ച കേസിൽ പ്രതിയാണ്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ പ്രതിയായി. വധിച്ച കേസിലാണ്. ഒന്ന് വധശ്രമമായിരുന്നു, 2 വധിക്കപ്പെട്ടതാണ്. ഗ്രനേഡ് ആക്രമണം നടത്തിയിട്ടാണ് അവരെ കൊല്ലുന്നത്. ഇതിൽ കിബ്ര ഉൾപ്പെടെ 5 പേരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ 70 പേർക്ക് അവിടെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അസം, മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, നമ്മുടേതായിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന ഉൽഫ എന്ന് പറയുന്ന കൊടൂര ഭീകര സംഘടനയുണ്ട്. അപ്പോൾ ഈ ഭീകര സംഘടനയ്ക്ക് കള്ളക്കടത്തിലൂടെ ആയുധങ്ങൾ എത്തിച്ചു നൽകുന്ന ചുമതലയും ഇയാൾക്കുണ്ട്, ഈ ബാബർ എന്ന് പറയുന്ന ആൾക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2004 ചിറ്റഗോങ്ങിൽ വെച്ചിട്ട് വലിയ തോതിൽ തന്നെ ആയുധ ശേഖരം ബംഗ്ലാദേശ് പോലീസ് പിടിച്ചെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ കേസിൽ ഈ ഷെയ്ഖ് ഹസീന സർക്കാർ 2021 ഈ പറയുന്ന എല്ലാ കേസുകളുടെയും കൂടി കാര്യം പരിഗണിച്ചുകൊണ്ട് ഈ സർക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഒരാള് ഈ പറയുന്ന ലുത്ഫുസ്മാൻ ബാബറാണ്. രണ്ടാമത്തെ ആള് അബ്ദുസ്സലാം പിന്റു എന്ന് പറയുന്ന ഒരു ആളാണ്. ഈ പറയുന്ന പിന്റു എന്നയാള് പലതവണ ഇന്ത്യ വിരുദ്ധ സ്ഫോടനങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഒന്ന് 2006 മറ്റൊന്ന് 2007 പിന്നെ 2011 ഈ 2006 ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് സ്ഫോടനം നടത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. നടന്ന സ്ഫോടനം തന്നെയാണ്. അപ്പോൾ അതിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2007 വരുമ്പോൾ അജ്മീർ ഷെരീഫ് ദർഗയുണ്ടല്ലോ, അവിടെ സ്ഫോടനം നടത്താൻ ശ്രമിച്ചു. അപ്പോൾ അത്തരത്തിൽ ഇവരുടെ വിശ്വാസപരമായ ഒരു കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അജ്മീർ എന്ന് പറയുന്ന പ്രദേശത്തിന് പ്രാധാന്യമുള്ളത് തന്നെ. എന്നിട്ടും അവിടെ നടത്താൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ സ്ഫോടനം നടന്നു കഴിയുമ്പോൾ ഉയരുന്ന ഒരു ആരോപണം അത് ഹിന്ദു മതവിശ്വാസികളുടെ മേലിലേക്ക് കെട്ടിവെക്കാൻ, അവിടെ ഒരു കലാപം നടത്താനുമുള്ള ഒരു ശ്രമത്തിലേക്ക് പോലും നമുക്ക് വഴി തുറക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലൊരു സ്ഫോടനം നടത്തിയിട്ടുണ്ട് ഇയാൾ. 2011 ഡൽഹി സ്ഫോടനം, ഈ ഡൽഹി സ്ഫോടനത്തിന് പിന്നിലും പ്രവർത്തിച്ച ഒരാളാണ് ഈ പിന്റു എന്ന് പറയുന്നത്. അപ്പോൾ സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളത് മാത്രമല്ല, പാകിസ്ഥാനിലെ ഈ ഫുജി എന്ന് പറയുന്ന സംഘടനയുണ്ട്, ഭീകര സംഘടന. ഈ സംഘടനയുടെ പിന്തുണയും തേടി ഈ പിന്തുണ ഇയാൾക്ക് കിട്ടുകയും ചെയ്തു. ഇയാൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ക്രൂരൻ അല്ലെങ്കിൽ ഈ പറയുന്ന ജിഹാദി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂടാതെ പിന്റു ഇപ്പോൾ ഈ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ആശങ്കയുണ്ട്. ഇയാള്
തിരഞ്ഞെടുക്കപ്പെട്ടത് എത്ര ലക്ഷം വോട്ടുകൾക്ക് ഭൂരിപക്ഷമാണെന്ന് അറിയോ? 2 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഈ പറയുന്ന ജിഹാദി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊരാളാണ് ATM അസ്ഹറുൽ എന്ന് പറയുന്ന ഒരാളാണ്. ഇയാൾ 1971 വിമോചന ആ യുദ്ധ കാലഘട്ടത്തിൽ 1200 പേര്, ഈ 1200-ലധികം പേരെ വധിച്ച കേസിൽ ഉത്തരവാദിയാണ് എന്ന് പറയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ 13 ബലാത്സംഗ കേസുകളിൽ പ്രതി കൂടിയാണ് ഇയാൾ. ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം ചേർത്തുകൊണ്ടാണ് ഇയാൾക്ക് വധശിക്ഷ വിധിക്കുന്നത്. ഇതിനുശേഷം ഈ 3 പേരെയും അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണ്. ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിലാണ് എന്ന് ഓർക്കണം. അപ്പോൾ ഷെയ്ഖ് ഹസീന എത്രത്തോളം നേരുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു എന്നുള്ളത് കൂടി നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒന്നും അവിടെ വെച്ച് ഉറപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയെ എന്താ പറയുക, മാറ്റി അധികാരത്തിൽ നിന്ന് അട്ടിമറിച്ചാണ് അവിടെ യൂനസ് മുഖ്യ ഉപദേഷ്ടാവായിട്ട് വന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് സുതാര്യമായിട്ടുള്ള ഒന്നൊന്നുമല്ല. കാരണം അവിടെ അവാമി ലീഗിനെ നിരോധിച്ചിരുന്നു. സുതാര്യമായിരുന്നുവെങ്കിൽ അവാമി ലീഗിനെ കൂടി അവർ ഉൾപ്പെടുത്തിയേനെ. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്തുകൊണ്ട് ചേർന്ന് നിൽക്കുന്നു, ഇന്ത്യ ബംഗ്ലാദേശിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് ചേർന്ന് നിൽക്കുന്നു? ഷെയ്ഖ് ഹസീനയെ ഇനി അങ്ങോട്ട് പോകാൻ അനുവാദം ഉണ്ടാകുമോ, അല്ലെങ്കിൽ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിനിടയിൽ ഈ 3 ഇന്ത്യ വിരുദ്ധർ പാർലമെന്റിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ ഒരു കേസിൽ താരിഖ് റഹ്മാന്റെ, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള താരിഖ് റഹ്മാന്റെ പേരുമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആഗോള രാഷ്ട്രീയം എടുത്തു നോക്കുമ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ജിഹാദി സംഘടനകൾ വരുന്നതിലും ഭേദമാണെന്നേ നമുക്ക് പറയാൻ പറ്റും. ഭേദമാണ് ഇപ്പോഴുള്ള BNP വരുന്നത് എന്നുള്ളതാണ്. BNP ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സഹായമോ അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കാൻ വലിയ കുഴപ്പമില്ലാതെ പോകാൻ ഉള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം സംജാതമായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ തടയിടാൻ സാധിക്കില്ല. കാരണം നമുക്ക് അവിടെ ഒരു പ്രശ്നമില്ലാതെ നോക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം തൊട്ടിപ്പുറത്ത് തന്നെ പാകിസ്ഥാൻ കിടക്കുന്നുണ്ട്. എന്നും നമുക്ക് തലവേദനയാണ്. തൊട്ടടുത്ത് കിടക്കുന്ന മറ്റൊരു രാജ്യം കൂടി എന്നും തലവേദനയാകുന്നതിനേക്കാൾ നല്ലത് ഒരു മയത്തിൽ നമ്മളങ്ങ് നയതന്ത്ര ബന്ധം കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഫലത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശിനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാജ്യം എന്നുള്ളത് ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ടാണ് പണ്ട് ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള BNP ഇപ്പോൾ ഇന്ത്യയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന പോളിസികൾ എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കുകൾ. അപ്പോൾ കഴിഞ്ഞ ഇടക്ക് ഖാലിദ സിയ അവിടെ മരണപ്പെട്ട സമയത്ത് അതിന്റെ ഫ്യൂണറൽ ചടങ്ങിലേക്ക് നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ് പോയത്, S ജയശങ്കറാണ് പോയത്. അപ്പോൾ അവിടെ വെച്ചിട്ടും താരിഖ് റഹ്മാനുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പോൾ ആ നടത്തുന്ന സമയം മുതൽ ഇതെന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഓരോ നീക്കവും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാരണം ഇന്ത്യക്ക് ചുറ്റും വലിയൊരു രീതിയിൽ ഉള്ളുകൊണ്ടും അല്ലെങ്കിൽ പുറമേക്ക് ഭാവിക്കാതെയും ശത്രുക്കളുടെ എണ്ണം കൂടുന്നുണ്ട്. കാരണം അതിന് പിന്നിലുള്ളത് ഇന്ത്യയുടെ വളർച്ച തന്നെയാണ്. ഏത് രീതിയിലും ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് തടയിടാനായിട്ട് പല രാജ്യങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുമ്പോഴും ഇന്ത്യ അതുക്കും മേലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഇന്ത്യക്ക് തടയിടാൻ പറ്റാത്തത് കൊണ്ട് ഇവർ മിണ്ടാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ചിരിച്ചു കാണിക്കുന്ന എല്ലാവരെയും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യ ഇപ്പോഴും ബംഗ്ലാദേശുമായിട്ട് ഒരു യുദ്ധത്തിന് പോകാനോ, അല്ലെങ്കിൽ യുദ്ധം എന്ന് ഞാൻ പറയുന്നത് ആശയപരമായിട്ടായെങ്കിൽ പോലും പ്രത്യേകിച്ച് ഒരു അടി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകാനായിട്ട് ഇന്ത്യക്ക് താല്പര്യമില്ല. ഇന്ത്യ ഒരിക്കലും ഒരു അടി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മേൽ അപ്രമാദിത്വം നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമല്ല. നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇന്ത്യ വെച്ചിരിക്കുന്ന ഒരു പോളിസി. അതിൽ ഊന്നിക്കൊണ്ടാണ് ഇന്ത്യ ഇതുവരെയും പോയിട്ടുള്ളത്. അപ്പോൾ ഈ 3 പേർ വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രധാന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. 3 പേർ വരുമ്പോൾ ആ 3 പേർ ബംഗ്ലാദേശ് പാർലമെന്റിൽ അത്തരത്തിൽ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആ ഭരണാധികാരി എന്ത് തരത്തിൽ പ്രതികരിക്കുന്നു, ആ രീതിയിൽ തിരിച്ച് എന്ത് മറുപടി പറയേണ്ടി വരും. അപ്പോൾ തിരിച്ച് കുറിക്കൊള്ളുന്ന മറുപടിയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ഷനോ ഇന്ത്യ ഉചിതമായ സമയത്ത് തന്നെ എടുക്കുമെന്ന് നമുക്ക് എന്തായാലും കരുതാം. എന്തായാലും നമുക്ക് ആശങ്കകൾ ഒഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം സുതാര്യമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പല്ല അവിടെ നടന്നിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധരായിരുന്നവരാണ് പണ്ട്
ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യക്കുള്ളത്. നിലവിൽ ഇന്ത്യയുടെ പോളിസി ഇങ്ങനെ തന്നെയാണ്. അതായത് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ലാതെ പോവുക, മുടക്കി വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു മുടയിടുക, അടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ എടുക്കുന്ന പോളിസി. അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇവർ എന്ത് തീരുമാനം എടുക്കുന്നോ അതനുസരിച്ചിട്ടായിരിക്കും ഇന്ത്യയുടെ പോളിസികളും പോകുന്നത്.